എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. എന്തോ എങ്ങനെ എന്റെ ഉമ്മ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച സർവേയറായി റിട്ടയർ ആയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയും സീനിയർ സിറ്റിസണുമാണ്. കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്. നിന്റെ തള്ളയെ പോലെ തങ്കുന്റെ ജട്ടിയും കഴുകി തങ്കു കൊണ്ടുവരുന്ന ആണുങ്ങളുടെ കൂടെയൊക്കെ കിടന്നു കൊടുക്കുന്ന അലവലാതി തള്ളയല്ല. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോതാണ്ടില്ലേ. നിന്നെ പോലെ ജട്ടിയും ഇട്ട് ആട്ടി കാണിച്ച് വട വിൽക്കാനുണ്ടേ എന്ന് മാസത്തിൽ 3 വട്ടം ഗൾഫിലേക്ക് പോയി വട വിറ്റിട്ട് വരുന്ന ആളും അല്ല. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ എത്ര ആണുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാലും ചായയും ചായയും കൊണ്ടുവന്ന് അണ്ണാക്കി കുത്തി തിരികെ റൂമും തുറന്നു കൊടുത്ത് മോളെയും കൂടെ റൂമിനകത്തേക്ക് തള്ളുന്ന അടുക്ക തള്ള നിന്റെ തള്ളയാണ്. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. ആ നാട്ടുകാർ മുഴുക്ക പറയുന്നു. എന്തിന് ആ അച്ഛന്റെ അടുത്ത് പോയി ചോദിച്ചാൽ അച്ഛൻ പറയല്ല, CCTV എടുത്ത് അറിയാം. വണ്ടികൾ വരുന്നു, 4 ഇറങ്ങുന്നു, വെള്ളം കളയുന്നു, പോകുന്നു. 3 or 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾക്ക് വിധവയൊന്നും അല്ല, അവള് വിധവയാന്ന് പറഞ്ഞത്. 3 or 4 ഭർത്താക്കന്മാരുള്ളത് എനിക്കല്ലടി, നിനക്കാണ്. പ്രായമാവുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇത്തിരി പക്വത ഉണ്ടാവണം. അതായത് സുധി ചത്ത ശേഷം നീ ബാംഗ്ലൂരിൽ പോയത് എന്തിനെന്നും ആ ചെറുക്കൻ എന്തിന് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ആ ചെറുക്കന്റെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് പബ്ലിക് നിനക്ക് വയറ്റിലാക്കി തന്ന നീ ആയിട്ട് മാനസികമായി തകർത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ആ ചെറുക്കന്റെ ഫുൾ ഡീറ്റെയിൽസും കൊണ്ട് ഞാൻ വരാം. പോയി കിടപ്പാടവും പോയി, ആ പാട്ടുണ്ടായിരുന്ന മാനവും പോയി. വരും ദിവസങ്ങളിൽ നിന്റെ കള്ളമാപ്പിളമാരുടെ ലിസ്റ്റാണ് ഞാൻ കൊണ്ടുവരാൻ പോണത്. നിന്റെ ഭർത്താവാകാനായിട്ട് നീ പ്ലാൻ ചെയ്ത് പൈസ വാങ്ങി കിടന്നു കൊടുത്ത് അവന്മാരെ പറ്റിച്ച് ഊമ്പിച്ച ലിസ്റ്റ് ദാ 1 by 1 ആയിട്ട് ഷെഫീനെ കൊണ്ടുവന്നിട്ട് തരാം. പെമ്മക്കളെ പെറ്റാല് അവരെ സംരക്ഷിക്കാൻ അറിയാത്ത തന്ത, അവരെ കൊടുത്ത് അവരുടെ പണം കൊണ്ട് ജീവിക്കുന്ന തന്ത നിന്റെ വീട്ടിലാ ഉള്ളത്, ഷെഫീനയുടെ വീട്ടിലല്ല. പിന്നെ അങ്ങട് ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. 10-16 പേരെടുത്ത് താലോലിക്കുന്നു, തൂക്കി എറിയുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, കുഴിക്കകത്ത് കൈയിടുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് സുഖിച്ചിരിക്കുന്ന ഒരു തന്തയും തള്ളയും നിനക്കാണുള്ളത്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരുക്കാൻ. എനിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാത്ത സാധനം വെച്ച് കെട്ടി നാട്ടുകാരെ കാണിച്ച് ഉണ്ടയും കാണിച്ച് വടയും കാണിച്ച് അപ്പവും കുലുക്കി കൊണ്ട് നടന്ന് നാട്ടുകാരെ ഊമ്പിക്കലല്ല എന്റെ പരിപാടി. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. അവൻ മരിച്ചു കിടക്കുന്ന അവന്റെ ശവം അത് അഴുകി തീർന്നില്ല, അപ്പോഴവള് കെട്ടിക്കേറി ബാംഗ്ലൂരിൽ പോയിരിക്കുന്നു. അത് അനുഭവിച്ചു കൊടുക്കുന്ന തള്ളയും തന്തയും ആരാണ്? എവളെ തള്ളയും തന്തയും അതാണ്. ബ്രൂട്ടസ് ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. അങ്ങനെയുള്ള തള്ളയെ വീട്ടിൽ ഇരുത്തിട്ട് എന്റെ തള്ളയെ പറയണ്ട, നിന്റെ തള്ള ക്ലോസറ്റ് അവിടെ ഇരിപ്പുണ്ട്, നീ അവളെ പറയടി. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഞാൻ പോകുന്നു. ബൈ.